എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു യാത്രാ വീഡിയോ അല്ല, ഒരു ട്രാവൽ വീഡിയോ അല്ല, ഇത് ഒരു ട്രാവൽ പ്ലാനർ വീഡിയോ ആണ്. അതായത് ഒരു സ്ഥലത്തേക്ക് എങ്ങനെ നമ്മൾ യാത്ര ചെയ്യണം, എങ്ങനെ നമ്മുടെ യാത്ര പ്ലാൻ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയ കവാടം അല്ലെങ്കിൽ ഹിമാലയ താഴ്വരയിലുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഈ ഉത്തരാഖണ്ഡ് ഹിന്ദു, സിഖ്, ജൈൻ, ബുദ്ധ വിശ്വാസികൾക്കെല്ലാം വളരെ സ്പിരിച്വലായിട്ട് വളരെ പ്രാധാന്യമേറിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരാഖണ്ഡിനെ ദേവഭൂമി എന്നാണ് പൊതുവെ വിളിക്കാറ്. അപ്പോൾ ഇവിടെ സ്പിരിച്വലായിട്ടല്ലാത്ത സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട്. മസൂറി, നൈനിറ്റാൾ, ഡെറാഡൂൺ ഒക്കെയാണ്. പിന്നെ അതുപോലെ ഋഷികേശ് പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് സ്പോർട്സ്, റിവർ റാഫ്റ്റിംഗ് പോലുള്ള, സിപ്പ് ലൈനിങ് പോലുള്ള ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റിക്കുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ ദേവഭൂമിയായ ഉത്തരാഖണ്ഡ് സന്ദർശിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതെങ്ങനെ പ്ലാൻ ചെയ്യാം എന്നതിനുള്ളൊരു ബേസിക് ഐഡിയ തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മളെ പല വീഡിയോകളും ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടാത്തതുകൊണ്ടാണ്, ആത്മാർത്ഥമായി ആവശ്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടുന്നു, വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നന്ദി. വീഡിയോയിലേക്ക് പോകാം. റോഡ്, റെയിൽ, ആകാശമാർഗങ്ങളിലൂടെ നമുക്ക് ഉത്തരാഖണ്ഡിലെത്താം. അതിൽ നിങ്ങൾ സ്വന്തം വാഹനം ഉപയോഗിച്ചുള്ള യാത്രയാണെങ്കിൽ അത് മിക്കവാറും ഒരു ഓൾ ഇന്ത്യ യാത്രയുടെ ഭാഗമാകുമല്ലോ. കാരണം ഉത്തരാഖണ്ഡ് മാത്രമായി സന്ദർശിക്കാൻ ഇത്ര ദൂരം ആരും ഡ്രൈവ് ചെയ്യാൻ സാധാരണ. ഇനി അതല്ല, ഉത്തരാഖണ്ഡിലേക്ക് മാത്രമായുള്ള ഒരു റോഡ് യാത്രയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഡൽഹിയിലെത്തുകയും പിന്നീട് ഡൽഹി ഡെറാഡൂൺ ഹൈവേ വഴി ഹരിദ്വാറിലെത്തുകയുമാണ് ചെയ്യേണ്ടത്. കേരളത്തിൽ നിന്നും കോയമ്പത്തൂർ, സോലാപുര, ഔറംഗാബാദ്, ജയ്പൂർ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ മറ്റേതെങ്കിലും വഴിയോ ഡൽഹിയിലെത്താം. ഡൽഹിയിലേക്ക് തന്നെ ഏകദേശം 2600 കിലോമീറ്റർ ഉണ്ട്. ഡൽഹിയിൽ നിന്ന് 5 മണിക്കൂർ കൊണ്ട് ഹരിദ്വാറിലെത്താം. ഹരിദ്വാറിൽ നിന്ന് ഋഷികേശ് 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഹിമാലയത്തിലേക്കുള്ള കവാടങ്ങളാണ് ഈ നഗരങ്ങൾ. വിമാനയാത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം ഡൽഹിയിലേക്ക് ഫ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഡൽഹിയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നെല്ലാം ഡെറാഡൂണിലേക്ക് ഫ്ലൈറ്റുകളുണ്ട്. ഡെറാഡൂണിലെ വിമാനത്താവളം ജോളി ഗ്രാൻഡ് വിമാനത്താവളമാണ്. അവിടെ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഋഷികേശിലേക്കുള്ളൂ. ഇനി ട്രെയിൻ മാർഗമാണ് യാത്ര പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും സൗകര്യമായ ട്രെയിൻ എല്ലാ വെള്ളിയാഴ്ചയും ഓടുന്ന ട്രെയിൻ നമ്പർ 22659 കൊച്ചുവേളി യോഗനഗരി ഋഷികേശ് എക്സ്പ്രസ് ആണ്. കേരളത്തിലെ പ്രധാന സ്റ്റേഷനുകളിലെല്ലാം നിർത്തുമെങ്കിലും കേരളം വിട്ടാൽ വളരെ കുറച്ച് സ്റ്റോപ്പുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കേരളം വിട്ടാൽ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റുകളിൽ ഹ്രസ്വദൂര യാത്രക്കാർ തള്ളിക്കയറി തിരക്കുണ്ടാക്കുന്ന അവസ്ഥ ഈ ട്രെയിനിൽ വളരെ കുറവാണ്. 3415 കിലോമീറ്ററാണ് മൊത്തം ട്രെയിൻ ഓടുന്ന ദൂരം. കേരളത്തിൽ 9 സ്റ്റോപ്പുകൾ ഉണ്ടെങ്കിലും ഈ ട്രെയിനിന് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം സ്റ്റോപ്പുകൾ വളരെ കുറവാണ്. വെള്ളിയാഴ്ച രാവിലെ 4:50 കൊച്ചുവേളിയിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന ട്രെയിൻ ഞായറാഴ്ച 2 മണിയോടെ ഋഷികേശിലെത്തും. സെക്കൻഡ് AC, തേർഡ് AC, തേർഡ് എക്കണോമി AC
സ്ലീപ്പർ എന്നിങ്ങനെയാണ് സീറ്റുകളുള്ളത്. സ്ലീപ്പറിന് 1000 രൂപ, 3E 2300, 3AC 250 എന്നിങ്ങനെയാണ് ഏകദേശം ചാർജുകൾ. നിങ്ങൾ കയറുന്ന സ്റ്റേഷൻ അനുസരിച്ച് ചാർജിൽ വ്യത്യാസമുണ്ട്. ഉത്തരാഖണ്ഡ് യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ പറ്റിയ സ്ഥലം ഹരിദ്വാറാണ്. ഹരിദ്വാറിൽ താമസത്തിനായി അധികവും മലയാളികൾ പ്രിഫർ ചെയ്യുന്നത് അയ്യപ്പക്ഷേത്രവും അതിനോട് ചേർന്നുള്ള താമസ സൗകര്യങ്ങളുമാണ്. ധാരാളം താമസ സൗകര്യങ്ങൾ ഹരിദ്വാറിലുണ്ട്. യാത്രയ്ക്ക് സൈക്കിൾ റിക്ഷകൾ, ഇലക്ട്രിക്കൽ 3 വീലറുകൾ, ഓട്ടോറിക്ഷ എന്നിവ. മഹാവിഷ്ണു സന്ദർശിച്ചതെന്നും മഹാവിഷ്ണുവിൻ്റെ പാദം പതിഞ്ഞതെന്നും വിശ്വസിക്കുന്ന ബ്രഹ്മകുണ്ട് അടങ്ങിയ ഹർ കി പൗഡിയാണ് ഹരിദ്വാറിലെ പ്രധാന സന്ദർശന കേന്ദ്രം. അതിതീവ്രമായൊരു സ്പിരിച്വൽ വൈബുള്ള ഒരു സ്ഥലമാണ് ഹർ കി പൗഡി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഗംഗാ ആരതി കാണാൻ ആയിരക്കണക്കിന് പേർ ഹർ കി പൗഡിയിൽ തടിച്ചുകൂടാറുണ്ട്. തീർച്ചയായും നിങ്ങൾ ഹരിദ്വാറിലെത്തുകയാണെങ്കിൽ ഇതിൽ പങ്കാളികളാവുക. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അയ്യപ്പ ക്ഷേത്രത്തിലേക്കും ആശ്രമത്തിലേക്കും. ക്ഷേത്ര ഭാരവാഹികളും ആശ്രമം നടത്തിപ്പുകാരുമെല്ലാം മലയാളികളായതുകൊണ്ട് പൊതുവെ മലയാളി യാത്രികർ അവിടെ തങ്ങാനാണ് താല്പര്യപ്പെടാറ്. അതല്ലാതെയും ധാരാളം ആശ്രമങ്ങളും ഹോട്ടലുകളും മറ്റു താമസ സ്ഥലങ്ങളും ഹരിദ്വാറിലുണ്ട്. താമസത്തിന് നിങ്ങൾക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ട് നേരിടുകയില്ല. ഹരിദ്വാറിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഈ ചാനലിലുണ്ട്. അത് കാണാൻ ശ്രമിക്കുമല്ലോ. മാ മംഗളാദേവി ക്ഷേത്രം, ചണ്ഡീദേവി ക്ഷേത്രം, രേണുകാദേവി ക്ഷേത്രം, ദക്ഷപ്രജാപതി ക്ഷേത്രം തുടങ്ങിയ അനേകം കാഴ്ചകളാണ് ഹരിദ്വാറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഹരിദ്വാറിലെ കാഴ്ചകൾ കണ്ടു തീർന്നാൽ ഋഷികേശിലേക്കുള്ള യാത്ര ആരംഭിക്കാം. ഋഷികേശ് ഏകദേശം 25 കിലോമീറ്റർ ദൂരമാണ് ഹരിദ്വാറിൽ നിന്നുള്ളത്. മ്യൂസിക് ലവേഴ്സിന് ബീറ്റിൽസ് ആശ്രമം സന്ദർശിക്കാം. രാംചൂല, ലക്ഷ്മൺ ചൂല, ജാനകി ചൂല തുടങ്ങി അനേകം ചൂലകളും പിന്നെ ഗീതാഭവൻ, പരമാർത്ഥ നികേതൻ തുടങ്ങി ആശ്രമങ്ങളും സന്ദർശിക്കാം. ബംഗി ജമ്പ്, റിവർ റാഫ്റ്റിംഗ്, സിപ്പ് ലൈനിങ് തുടങ്ങിയ അഡ്വഞ്ചർ സ്പോർട്സുകൾക്കും സൗകര്യമുണ്ട്. ഋഷികേശിൽ നിന്ന് നിങ്ങളുടെ ബാക്കി യാത്ര നിങ്ങളുടെ താല്പര്യപ്രകാരം തുടരാം. നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് ട്രാവലർ ആണെങ്കിൽ ഋഷികേശിലെ അഡ്വഞ്ചർ സ്പോർട്സുകളിൽ പങ്കെടുത്ത ശേഷം നിങ്ങൾക്ക് ചമോലിയിലെ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് യാത്ര ചെയ്യാം. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, അതുകഴിഞ്ഞ് രാജാജി നാഷണൽ പാർക്ക്, മസൂറി, നൈനിറ്റാൾ, ഡെറാഡൂൺ എന്നിവ സന്ദർശിക്കാം. ഇനി നിങ്ങളുടെ യാത്രയിൽ ഇത്തിരി സ്പിരിച്വൽ ഫ്ലേവർ കൂടി ഉണ്ടെങ്കിൽ ചാർധാം, പഞ്ചപ്രയാഗ്, പഞ്ചകേദാരങ്ങൾ എന്നിവയിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ എല്ലാം കൂടിയോ സന്ദർശിക്കാം. അവ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, കാലാവസ്ഥയാണ്. മഞ്ഞുകാലത്ത് ഏകദേശം 6 മാസത്തോളം ഈ പല ക്ഷേത്രങ്ങളും പലയിടങ്ങളും അടഞ്ഞു കിടക്കുകയാണ് ചെയ്യാറ്. അവിടെ പൂജയും ഒന്നും ഉണ്ടാവില്ല. പിന്നെ മൺസൂൺ കാലത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്.
പിന്നെ പലയിടത്തും യമുനോത്രി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കിലോമീറ്ററുകൾ 15-20 കിലോമീറ്ററുകൾ ട്രെക്ക് ചെയ്ത് നടന്നു പോകേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്ന സ്ഥലത്തേക്ക് മാത്രം യാത്ര ചെയ്യുക. പിന്നെ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് പോർട്ടലുണ്ട്, അവിടെ നിങ്ങളുടെ യാത്ര രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ ഋഷികേശിലോ മറ്റോ വന്നിട്ട് ഏതെങ്കിലും ട്രാവൽ ഏജൻസിയുടെ പാക്കേജ് എടുത്ത് പോരുക. നിങ്ങൾ വാഹനത്തിലാണെങ്കിൽ വരുന്നെങ്കിൽ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ നേരത്തെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. ഉത്തരാഖണ്ഡിലെ ഒരു പ്രധാന യാത്രാ പദ്ധതിയാണ് ചാർധാം യാത്ര. ദേവഭൂമിയിലെ ഗർവാർ മേഖലയിലെ ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ് എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെട്ടതാണ് ചാർധാം. അക്ഷയതൃതീയ നാൾ തുടങ്ങി ദീപാവലി കഴിഞ്ഞ് അവസാനിക്കുകയും ചെയ്യുന്നതാണ് ചാർധാം സീസൺ. ശരിക്കും ഭാരതത്തിൻ്റെ 4 മൂലകളിലുള്ള രാമേശ്വരം, പുരി, ദ്വാരക, ബദരി എന്നിവയാണ് ശങ്കരാചാര്യർ രൂപീകരിച്ച ചാർധാം. അതുകൊണ്ട് തന്നെ ചിലർ ഇതിനെ ഛോട്ടാ ചാർധാം എന്നും വിളിക്കാറുണ്ട്. റോഡ് വഴിയും ഹെലികോപ്റ്റർ വഴിയും ഇവിടെ എത്തിച്ചേരാം. ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള ഒരു സീസണിൽ 20 ലക്ഷത്തോളം യാത്രികർ ചാർധാം സന്ദർശിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചാർധാം കഴിഞ്ഞാൽ മറ്റൊരു ആകർഷണം പഞ്ചപ്രയാഗുകളാണ്. 2 നദികളുടെ സംഗമസ്ഥാനത്തെയാണ് പ്രയാഗ് എന്ന് വിളിക്കുന്നത്. അളകനന്ദ, മന്ദാകിനി, ഭാഗീരഥി തുടങ്ങി 5 കൈവഴികൾ ഗംഗയിൽ ചേരുന്ന ഇടങ്ങളാണ് പ്രയാഗുകൾ. ഭാഗീരഥി ചേരുന്ന ദേവപ്രയാഗ്, മന്ദാകിനി ചേരുന്ന രുദ്രപ്രയാഗ്, അളകനന്ദ ചേരുന്ന കർണപ്രയാഗ്, നന്ദാകിനി ചേരുന്ന നന്ദപ്രയാഗ്, പിന്നെ വിഷ്ണുപ്രയാഗ് എന്നിവയാണ് പഞ്ചപ്രയാഗുകൾ. മകരസംക്രാന്തി, ഉത്തരായണം, വസന്തപഞ്ചമി, രാമനവമി തുടങ്ങിയവയാണ് പ്രധാന ആഘോഷങ്ങൾ. പഞ്ചകേദാരങ്ങൾ ഹിന്ദുമതത്തിലെ ശൈവവിശ്വാസത്തിലെ പ്രശസ്തമായ 5 ക്ഷേത്രങ്ങൾ ഉത്തരാഖണ്ഡിലുണ്ട്. അവയെ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് പഞ്ചകേദാര യാത്ര. ഉത്തരാഖണ്ഡിലെ ഗർവാൾ പ്രദേശത്ത് പഞ്ചപാണ്ഡവന്മാരുമായി ബന്ധപ്പെട്ട ഈ 5 ക്ഷേത്രങ്ങളുമുള്ളത്. കേദാർനാഥ് ക്ഷേത്രം, തുംഗനാഥ് ക്ഷേത്രം, രുദ്രനാഥ് ക്ഷേത്രം, മധ്യമഹേശ്വർ ക്ഷേത്രം, കൽപേശ്വർ ക്ഷേത്രം എന്നിവയാണിവ. യുദ്ധത്തിലെ ബന്ധുഹത്യയ്ക്ക് പ്രായശ്ചിത്തം ചെയ്യാനായി കാശിയിൽ ശിവനെ ദർശിക്കാനെത്തിയ പഞ്ചപാണ്ഡവർക്ക് ദർശനം കൊടുക്കാതെ ശിവൻ ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ശിവനെ അന്വേഷിച്ച് പഞ്ചപാണ്ഡവന്മാർ ഹിമാലയത്തിലെത്തി എന്നാണ് ഐതിഹ്യം. അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ. വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടിയതിനാൽ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ഉത്തരാഖണ്ഡ് യാത്രയെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം, ഉത്തരം പറയുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. നന്ദി. മറ്റൊരു വീഡിയോയുമായി ഉടൻ വരാം.